عليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا وعامدتنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم. സഹോദരങ്ങളെ, ഇന്നലെ ചോദ്യോത്തരം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ DC-ആയി. ചേർക്കെ ശ്രമിച്ചു നോക്കി, അത് ശരിയായില്ല. അപ്പോ എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ഇനി അങ്ങനെ പിന്നെ പുറത്തു പോവുകയും ചെയ്തു. ജുമാന്റെ ബാബ് കയ്യാണ്, വളരെ കുറച്ച് ഭാഗം ഓതാനുള്ളൂ. അത് ഓതി ഇൻഷാ അല്ലാഹ്. പിന്നെ തുടർന്ന് ജമ്മും കസറിനെ പറ്റിയാണ്. പക്ഷേ തുടങ്ങേണ്ടതില്ല. ജമ്മിനെ പറ്റി സാധാരണയൊക്കെ വിശദമായി ഒരു ബാബ് തന്നെ പറയാറുണ്ട്. ഖുലാസയിൽ നമ്മൾ അതിനെപ്പറ്റി വളരെ വിശദമായി ഓതുകയും ചെയ്തതാ. ഇവിടെ അതിനെപ്പറ്റി കുറഞ്ഞ വിഷയമായി പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ വെള്ളിയാഴ്ചന്റെ ശേഷം സൗകര്യം കിട്ടുകയാണെങ്കിൽ പിന്നെ ഓതാം. അതിന്റെ ഭാഗം കുറച്ചുകൂടി പൂർത്തിയാക്കാനുണ്ട്. അത് പൂർത്തിയാക്കി വേഗത്തിൽ നിർത്തും. ഇവിടെ നമ്മളെ ആലൂരൊക്കെ ഉണ്ടാവുമായിരിക്കും. ഉണ്ട്, കലൂരുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. വഹറുമ തഖത്തി റിഖാബിന്നാസ്. ജനങ്ങളുടെ ചുമലുകൾക്കിടയിലൂടെ ചാടിക്കടന്നു പോകൽ ഹറാമാകും. പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ സൊഫ് കെട്ടി ഇരിക്കുന്നു, അടുത്തടുത്ത ആൾ ഇരിക്കുകയാണ്. എന്നിട്ട് മുന്നിലേക്ക് പോകാൻ വേണ്ടി ഈ സൊഫിലിരിക്കുന്ന ആളുകളുടെ ചുമലുകൾക്ക് മുകളിലൂടെ കാലെടുത്ത് ഉയർത്തി ചാടിക്കടന്നു പോവുക. അതാ ഇരിക്കുന്നവരെ ഒരു അപമതിക്കലുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലും അവരെ നിസ്സാരപ്പെടുത്തലും വരുന്നു. അത് ഉദ്ദേശിച്ചോളന്നില്ല, അങ്ങനെ വരുന്നുണ്ട്. എന്നതുകൊണ്ട് അങ്ങനെ ചുമലുകൾക്കിടയിലൂടെ ചാടിക്കടന്നു പോകൽ ഹറാമാണ് എന്നാണ്. എന്താ കാരണം? ലിൽ അഹാദീസി സ്വഹീഹത്തി ഫീ. ഈ തഖത്തിയെപ്പറ്റി വിരോധിച്ച് കൊണ്ടുള്ള ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഹദീസ് കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ ഹുവ യഖ്തുബു യൗമൽ ജുമുഅത്തി. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇദ് റഅ റജുലൻ, അവിടുന്ന് ഒരാളെ കണ്ടു. എന്താ അയാൾ ചെയ്യുന്നത്? യതഹത്താ റിഖാബന്നാസ്. ആളുകളുടെ ചുമലുകൾക്ക് മുകളിലൂടെ കാലുയർത്തി ചാടിക്കടന്നു വരുന്നു. ഹത്താ തഖദ്ദമ, അങ്ങനെ മുന്നോട്ട് കൊണ്ട് വന്നു. ഫജലസ, എന്നിട്ട് അയാൾ അവിടെ ഇരുന്നു. അപ്പോഴൊന്നും പറഞ്ഞില്ല. ഫലമ്മാ ഖളൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുഹു, നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആറള റജുല ഹത്താ ലഖിയു, അയാൾ ചെന്നിട്ട് അദ്ദേഹത്തെ അഭിമുഖീകരിച്ചിട്ട് ചോദിച്ചു, ഫഖാല യാ ഫുലാനു മാ മനഅക അൻ തജ്മഅ അൽ-യൗമ മഅനാ. ഈ മനുഷ്യ, നിങ്ങൾക്ക് എന്തേ ഇന്ന് ഞങ്ങളെ കൂടെ ജുമാ നിസ്കരിക്കാൻ പറ്റാത്തത്? എന്തേ നിങ്ങൾ ഇന്ന് നമ്മളെ കൂട്ടത്തിൽ ജുമാ നിസ്കരിക്കാഞ്ഞത് എന്ന് ചോദിച്ചു.
ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ നബിയല്ലാ ഖദ് ജമഅതു മഅക്കും, ഞാൻ നിങ്ങളെ കൂടെ ജുമാ നിർവഹിച്ചല്ലോ നബിയെ എന്ന് പറഞ്ഞപ്പോ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലം നറക തതഖത്താ റിഖാബന്നാസ്, ഞാൻ നിന്നെ ആളുകളുടെ ചുമൽക്കടയുടെ ചാടിക്കടന്നു വരുന്നത് കണ്ടല്ലോ എന്ന് പറഞ്ഞു. അതായത് ഇതുകൊണ്ട് അദ്ദേഹം അന്ന് ചെയ്ത അമല് നിഷ്ഫലമായി എന്ന്. ആ നിസ്കരിച്ച ജുമാക്ക് കൂലി ഇട്ടൂല. അതാ ഞങ്ങളുടെ കൂട്ടത്തിന്റെ എനിക്ക് ജുമാ നിസ്കരിച്ചുകൂടേനോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം, നീ നിസ്കരിച്ചതിന്റെ കൂലി നിനക്ക് കിട്ടിയിട്ടില്ല, അത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഹദീസിന്റെ ആശയം. അങ്ങനെയുള്ള ഹദീസുകൾ ഉണ്ട്. അതുകൊണ്ട് ചുമരുകൾക്കിടയിലൂടെ ചാടിക്കടന്നു പോകൽ ഹറാമാണ്. എന്നാ ചാടിക്കടക്കാതെ പതുക്കെ എങ്ങനെ പോയാലോ, എങ്ങനെ കാല് പൊക്കാതെ ഈ ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ മെല്ലെ ഒന്നുകിട്ട് അകറ്റിയിട്ട് അതിന്റെ അടിയിൽ കൂടെ അങ്ങനെ പോയാലോ, ഈ പറയുന്ന ഹറാമ ഇത് വരൂല. മനസ്സിലായില്ലേ? അതെന്താന്ന് വെച്ചാല് ആളുകളുടെ തലക്കടുത്ത് കൂടെ ചുമലിന്റെ അടുത്ത് കൂടെ കാല് പൊക്കി വെക്കുക എന്ന് പറയുന്നത് അവരൊരു അവഹേളിക്കൽ കൂടി അതിലുണ്ട്, അവിടെ കൂടി ഒരു ബുദ്ധിമുട്ടിക്കലുമുണ്ട്. അതേ സമയത്ത് എന്നാൽ മറ്റൊരു വിഷയമുണ്ട്, കാരണം കൂടാതെ കൂടിയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ പിരിക്കരുത് എന്ന്, അത്രേ വരുള്ളൂ. അപ്പൊ അത് കറാഹത്തിന്റെ അവിടേക്ക് എത്തുള്ളൂ. ഇനി പറയുന്നുണ്ട് വൽ ജസ്മു ബിൽ ഹുർമത്തി, ഇവിടെ ചുമരുകൾക്കിടയിലൂടെ ചാടിക്കടന്നു പോകൽ ഹറാമാണെന്ന് തീർത്ത് പറഞ്ഞല്ലോ. ഇവിടെ ഈ പറച്ചില് മാ നഖലഹു ഷെയ്ഖു അബൂ ഹാമിദ്, മഹാനായിരിക്കുന്ന ഷെയ്ഖ് അബൂ ഹാമിദുൽ ഇസ്ഫറായിനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിച്ചതാണ്. അൻ നസ്സു ഷാഫിഈ, ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ നസ്സിൽ നിന്നും, ഇമാമിന്റെ നസ്സുണ്ട് എന്ന് അസ്ഹാബിൽപ്പെട്ട ഷെയ്ഖ് അബൂ ഹാമിദുൽ ഇസ്ഫറായിനി തങ്ങള് നഖൽ ചെയ്തതാ. മാത്രമല്ല വഖ്താറഹ ഫിർ റൗളത്തി, അതിനെ ബഹുമാനപ്പെട്ട നവവി ഇമാമ് തങ്ങൾ റൗളയിൽ മുഖ്താറാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഹറാമാണെന്നുള്ള ഈ ഖൗലിന്. എന്ന് മാത്രവുമല്ല വാരിഹ കസീറൂന, കുറെ അസ്ഹാബ് അയിമ്മത്തുമൊക്കെ ഈ ഹറാമാണെന്ന അഭിപ്രായം തന്നെയാണ് പിന്തുണക്കുന്നതും. അങ്ങനെയൊക്കെ ആണെങ്കിലും ലാക്കിൻ കണ്ടോ, അത് വൈഫാണ്, ഹറാമാണെന്ന് പറഞ്ഞത് മുഅ്തമദല്ല. ഖളിയത്തു കലാമി ശൈഖൈൻ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി തങ്ങളും ഇമാം റാഫി റഹ്മത്തുള്ളാഹി തങ്ങളും ഒക്കെ പറഞ്ഞ കലാമിന്റെ താല്പര്യം അൽ കറാഹത്തു, ഇങ്ങനെ ജുമാക്ക് വേണ്ടി സുഫ് കെട്ടി നിൽക്കുന്ന ആളുകളുടെ ചുമരുകളിലൂടെ ചാടിക്കടന്നു പോകൽ കറാഹത്താണ് എന്നതാണ് മുഅ്തമദ്. വസറഹ ബിഹ, ഈ കറാഹത്ത് കൊണ്ട് സരീഹാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് ഫിൽ മജ്മൂഇ ശറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി തങ്ങൾ. അപ്പൊ അത് കറാഹത്താണ് എന്നതാണ് മുഅ്തമദ്. അത് തന്നെ എപ്പോഴേ ഉള്ളൂ, കാല് ചുമലുകൾക്കിടയിലൂടെ പൊക്കി വെച്ച് പോകുമ്പോൾ. അപ്പൊ പിന്നെ അവിടെ നിഷ്കാല് വരാം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നൊരവസ്ഥയിൽ പൊതുവിൽ ഉണ്ടല്ലോ. അപ്പൊ ആരാന്നെ കാര്യമില്ലാതെ ബുദ്ധിമുട്ടിക്കൽ ഹറാമല്ലേ ആവേണ്ടത്. അതിനിവിടെ കാര്യമില്ലാതെ അല്ല ബുദ്ധിമുട്ടിക്കുന്നത്, മനസ്സിലായോ? മുന്നിൽ എത്തുക എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ദീനിയായ ആവശ്യങ്ങളിൽ പെട്ടതാണ്. പക്ഷേ അയാൾ അതിൽ വീഴ്ച വരുത്തി, നേരത്തെ വരേണ്ടിയിരുന്നല്ലോ. അത്ര വലിയ മുസാഹിബിന്റെ നടുക്കണ്ടാണ്, ശരീരത്തിന്റെ വാളാണെങ്കിൽ ഒടൂന് വന്നുകാട് ആളെ ചുമല് കൂടെ ചാടിക്കിടക്കല്ലേ ഇനി വേണ്ടേ, കുറച്ച് നേരത്തെ വന്നിട്ട് മുന്നിൽ ഇരിക്കുകയായിരുന്നു. അതിൽ അയാൾ ഒരു വീഴ്ച വരുത്തിയത് കൊണ്ടൊരു കറാഹത്തുണ്ട്. അല്ലെങ്കിൽ കഴിയുന്നത്ര മുമ്പിലേക്ക് വരികയും ഒന്നാം സഫിലെത്താൻ ശ്രമിക്കുകയും ഇമാമിന്റെ അടുത്താകാൻ നോക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്ന ദീനിയായ ഫളീലത്താണ്. അതൊരു മഖ്സൂദ് ശർഈയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഫളീലത്തും മഖ്സൂദ് ശർഈയും ആയത് കൊണ്ട് ഹറാമാണെന്ന് വിധിക്കാൻ പറ്റൂല. പിന്നെ അയാൾ എന്ത് ചെയ്തവിടെ? അതിന് നേരത്തെ വരേണ്ടിയിരുന്നു, അത് വരാൻ പറ്റിയില്ല. എപ്പോ പിന്നെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രയാസം ഉള്ളത് കൊണ്ട് കറാഹത്ത് വരുന്നു.
എന്നാൽ ഇങ്ങനെ കറാഹത്ത് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ അനുസരിച്ച് ഈ ഹറാമ് വരൂല. ആർക്ക്? ലാലിമൻ, ഒരുത്തന് ഹറാമില്ല അല്ലെങ്കിൽ കറാഹത്തില്ല. എന്നാ മുഅ്തമദ് കറാഹത്ത്, ആ കറാഹത്തില്ല. ഒന്നാം കൗല് ആദ്യം പറഞ്ഞ കൗലനുസരിച്ച് ഹറാമാണ്, ആ ഹറാമില്ല. ആർക്ക് കറാഹത്തില്ലാന്ന്? ലിമൻ, ഒരാൾക്ക്. എങ്ങനത്തെ ആളാണ്? അയാൾ വന്നപ്പോ വജദ, അയാൾ എത്തിച്ചു ഫുർജത്തൻ, ഒരു ഒഴിവ്. ഇവിടെ ഖുദ്ദാമഹു, തന്റെ കുറെ മുമ്പിൽ. താൻ വന്ന് കേറിയപ്പം മുന്നിലുള്ള ഏതോ സൊഫിൽ ഒഴിവ് കാണുന്നു. എന്നാ പിന്നെ ചുമലുകൾക്കിടയിലൂടെ ചാടി പോകേണ്ടി വന്നാൽ പോലും ഹറാമില്ല അല്ലെങ്കിൽ കറാത്തില്ല. കാരണം എന്താ? അവിടെ മുന്നിൽ ഒഴിവിട്ടുകൊണ്ട് അതിന്റെ ബാക്കിൽ സൊഫ് കെട്ടിയവരെടുക്കലാണ് വീഴ്ച. അപ്പോ അവരുടെ ഹുർമത്ത് അവര് സ്വയം കെടുത്തിയതാണ്. മുന്നിൽ ഒഴിവ് കണ്ടാൽ ആ ഒഴിവിലേക്ക് അങ്ങോട്ട് പോവുകയാണല്ലോ വേണ്ടത്. അതില്ലാതെ ബാക്കിൽ സെഫ് കെട്ടിയപ്പോ അപ്പൊ മുന്നിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പോവുക എന്ന് പറയുന്നത് ന്യായമായ ആവശ്യമാണ്. അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കലുണ്ടല്ലോ, അത് അവര് സ്വയം ഉണ്ടാക്കിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ ഈ കറാഹത്ത് ബാധകമല്ല. അതേ സമയത്ത് വുസ്അത്താണെങ്കിൽ പോകാൻ പറ്റൂല. ഫുർജത്താണെങ്കിൽ പോകാം, വുസ്അത്താണെങ്കിൽ പോകാൻ പറ്റൂല. എന്താ ഫുർജത്ത് തന്നെ? രണ്ടാളിടയിൽ ഇങ്ങനെ ഒരാൾക്ക് ഇരിക്കാനുള്ള ഒഴിവ്, ഇങ്ങനെ ഇടസ്ഥലം കാണാണ്ട്, അതാണ് ഫുർജത്ത്. വുസ്അത്ത് എന്ന് പറഞ്ഞാല് രണ്ടാളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത ഒരാൾക്ക് അവിടെ കയറി നിൽക്കാൻ കഴിയും. എന്തില്ല, അവിടെ അങ്ങനെ കാലി സ്ഥലമൊന്നുമില്ല കാണാൻ. ആള് തിങ്ങിയിരുന്നിട്ടില്ല. ഒന്ന് ആളുകൾ സഹകരിച്ചു കൊടുത്ത ഒരാൾക്ക് അതിന്റെ ഇടയിൽ കയറാൻ പറ്റാവ വുസ്അത്ത്. അങ്ങനെ വുസ്അത്തുള്ളതിന് വേണ്ടി ചാടിക്കടന്നു പോകാൻ പാടില്ല. അതേ സമയത്ത് ഫുർജത്തുള്ളവർക്ക് ചാടിക്കടന്നു പോകാം. കാരണം എന്താണ്? ബേക്കിലിരുന്നവരുടെ അടുക്കൽ വീഴ്ചയുണ്ട്. ഫലഹു, അങ്ങനെ മുന്നിൽ ഒഴിവ് ഇടകസ്ഥലം കണ്ടാൽ ആ കണ്ട ആൾക്ക് ജായിസാണ്. ഇലാ കറാത്തിൻ, നമ്മൾ കറാത്ത് ഉണ്ട് കാരണം ആ കറാത്ത് ഇല്ലാതെ തന്നെ എന്ത് പറ്റും? തഖത്തി സൊഫിൻ വാഹിദിൻ ഔ ഇസ്നൈൻ, ഒന്നോ രണ്ടോ സൊഫൊക്കെ ചാടി കടന്നു പോവാ. കുറേ അങ്ങോട്ട് പോകാൻ പറ്റൂല എന്നർത്ഥം. എന്താ? ലാ അക്സറ മിൻഹുമാ, ഇൻ സാദ അല സ്വഫൈനി വറജ അൻ യതഖദ്ദമു ഇലൈഹാ ഇദാ ഉഖീമത്തു സ്വലാത്തു കുരിഹാ. ഒന്നോ രണ്ടോ സൊഫൊക്കെ മുമ്പിൽ വിടവ് കണ്ടാൽ ചാടിക്കടന്ന് പോവാന്ന് പറഞ്ഞു. എന്നാ ഇവൻ വരുമ്പോ ബേക്കിലാണുള്ളത്. ഒരു 10ഓ 15ഓ സൊഫ് ചാടിക്കടന്നെങ്കിലേ ആ വിടവുള്ള സ്ഥലത്ത് എത്തുള്ളൂ. എന്നാൽ പാടില്ല. അതോടുകൂടി എപ്പോ പാടില്ല? അത് ഇപ്പൊ തൽക്കാലമായ വിടവുണ്ടെങ്കിലും ഇഖാമത്ത് കൊടുക്കുമ്പോൾ ആളുകൾ സൊഫിലേക്ക് കയറി നിന്ന് ആ വിടവ് നികത്തും എന്ന് കാണുന്ന സാഹചര്യത്തിൽ കൂടുതൽ സൊഫുകൾ ചാടിക്കടന്ന് പോകണമെങ്കിൽ കറാഹത്ത് തന്നെയാണ്. കാരണം എന്താ? ലിക്കസ്റത്തില്ലതാ, അത് ഒരുപാട് ആളുകളെ വിഷമിപ്പിച്ച് പോവുകയല്ലേ, അത് വേണ്ട. പിന്നെ അതിന്റെ പുറമെ ആണെങ്കിലോ ഇഖാമത്ത് കൊടുക്കുമ്പോൾ കയറി നിന്നിട്ട് ആ സൊഫിന്റെ വിടവ് നികത്തപ്പെടുകയും ചെയ്യും എന്ന് കണ്ടാൽ പിന്നെ ചാടിക്കടന്ന് പോകാൻ പാടില്ല. അപ്പോ ഒന്നോ രണ്ടോ സൊഫൊക്കെ പോകുമ്പോൾ കുറഞ്ഞ ബുദ്ധിമുട്ടേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കറാഹത്തില്ല എന്ന് പറഞ്ഞു. അഞ്ഞ അങ്ങനെയല്ല, ഫൈലം മെർജു ദാരിക ഫലാ കറാഹത്ത. ഇഖാമത്ത് കൊടുത്താലും ആ ആലി സ്ഥലം അങ്ങനെ തന്നെ കിടക്കും. അവിടെ പോയിട്ട് ആളുകൾ ആ സൊഫിന്റെ വിടവ് നികത്തൂല. എന്നാ പിന്നെ എത്ര സൊഫ് ഉണ്ടെങ്കിലും ചാടിക്കടന്ന് പോവുകയും ചെയ്യാം. അതുപോലെ തന്നെ വലാലി ഇമാമിൻ, ഇമാമിനും ചാടിക്കടന്ന് പോകൽ കറാത്തില്ല. എങ്ങനത്തെ ഇമാമ്? ലം യജിദ്, ആ ഇമാം എത്തിക്കുന്നില്ല ത്വരീഖൻ ഇലൽ മിഹ്റാബി, മിഹ്റാബിലേക്ക് എത്താൻ വഴിയെത്തിക്കുന്നില്ല. എല്ലാ ബിത്തഖത്തി, ഈ സൊഫ് കെട്ടിയിരിക്കുന്ന സൊഫിന്റെ ഇടയിലൂടെ ചാടിക്കടന്നു പോയെങ്കിലല്ലാതെ മിഹ്റാബിലെത്താൻ കഴിയില്ലെങ്കിൽ ചാടിക്കടന്നു പോവാ. കാരണം ഇമാം നിൽക്കണമെങ്കിൽ മിഹ്റാബിലെത്തണമല്ലോ, അതുകൊണ്ട്. ഇനി വലാലി ഗൈരിഹി, ഇവരല്ലാത്തവർക്കും കറാത്തില്ല. എന്ന് പറഞ്ഞാൽ ഇമാമിനും കറാത്തില്ല, അല്ലാത്തവർക്കും കറാത്തില്ല. എപ്പോ? ഇതാ അതിനു, ഈ കൂടിയിരിക്കുന്ന സൊഫിലുള്ള ആളുകൾ സമ്മതം കൊടുത്താല്, ലഹു, ഈ വരുന്ന വയറിന്, എന്ന് പറഞ്ഞാൽ ഈ ഇമാമിന് പിന്നെ ഒരു സമ്മതം കൊടുത്താലും ഇല്ലെങ്കിലും കറാത്തില്ല. വേറൊരാൾ വരികയാണ്, എന്നാൽ അയാൾക്ക് സമ്മതം കൊടുത്തു ഫീഹി, ഇങ്ങനെ തഹത്തി ചെയ്യാൻ, നിങ്ങളിങ്ങനെ കാടി പോയിക്കോളി എന്ന് അവര് പറഞ്ഞാൽ പിന്നെ കറാത്തില്ല.
പക്ഷെ ഈ പറഞ്ഞത് എങ്ങനെ ആകരുത്? ലാ ഹയാ അൻ, നാണിച്ചിട്ടാകരുത്, ലജ്ജിച്ചിട്ടാവരുത്. അതായത് അയാൾ ഞാനാണ് പോയിക്കോട്ടോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ എന്നുള്ള നിലക്കല്ല, തീർപ്പതിപ്പെട്ടുകൊണ്ടാണെങ്കിൽ കറാത്തില്ലാതെ അല്ല ചെയ്യും കേട്ടോ. ഒരു തീർപ്പതിപ്പെട്ട് നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അയാൾക്ക് പോവാ. ചാടിക്കടന്നുകാണ്ട് പോകണോ എന്നാ പറയുക, ചാടാതെ പോകാൻ ഏതായാലും പറ്റും. അത് നേരത്തെ നമ്മൾ പറഞ്ഞു. എന്നതുപോലെ വലാലി മുഅല്ലമിൻ, ഒരു വന്ദിക്കപ്പെടുന്ന വ്യക്തിക്കും കറാഹത്തില്ല. വന്ദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അറിയപ്പെട്ട ഒരു സയ്യിദാണ്, അതല്ലെങ്കിൽ ഒരു സൂഫി വര്യനാണ്, അല്ലെങ്കിൽ എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു മഹാനായ ഉസ്താദാണ്. ഇദ്ദേഹമാണെങ്കിലോ അരിഫ മൗദ, സാധാരണ ഒരു സ്ഥലത്ത് ഇരിക്കാറ് പതിവുണ്ട്. അങ്ങോട്ട് ഒരു ദിവസം എത്തി നോക്കുമ്പോൾ അങ്ങോട്ട് എത്തണമെങ്കിൽ കുറച്ച് സൊഫുകളൊക്കെ ചാടിക്കടന്ന് പോകണം. എങ്കിൽ പോവാം. കാരണം എന്താ, മുഅല്ലമായ ആളുകളാവുമ്പം അവരങ്ങനെ ചാടിക്കടന്നു പോകുന്നതിന് മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാവില്ല, ആ ഒരു ബഹുമാനം കൊണ്ട്. അതോടുകൂടി അദ്ദേഹം അവിടെ ഇരിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് വേറെ ചില നേട്ടങ്ങൾ ഉണ്ടാവും. കാരണം അവരോട് ദ്വാരക്കാൻ പറയാനോ അതല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും മസാല ചോദിക്കാനോ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള മനുഷ്യരുടെ മനസ്സിൽ ആദരവും ബഹുമാനവും ഉള്ള ആളുകളാണെങ്കിൽ അവര് പോകുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവില്ല. അപ്പൊ അവർക്കും കറാഹത്തില്ല. അലിഫ മൗദിയൻ എന്ന് പറഞ്ഞ ഷർത്തല്ല, അല്ലാഞ്ഞാലും അങ്ങനെ തന്നെ എന്നാണ് വിധി. അതായത് ഒരു പ്രത്യേക സ്ഥലത്താണ് സ്ഥിരമായിട്ട് ആ മഹാൻ ഇരിക്കല്, അവിടത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് ചാടിക്കടന്ന് പോകണം. എന്നാൽ മറ്റുള്ളവർക്ക് അതിൽ വെറുപ്പുണ്ടാവില്ല. ഈ മഹാനായത് കൊണ്ട്, അവരുടെ ബഹുമാനവും ആദരവും ഉള്ളത് കൊണ്ട് അവർക്കത് സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പോവാം എന്ന് പറഞ്ഞതുപോലെ ഒരു നിശ്ചിത സ്ഥലം പതിവാക്കിയ ആളാണെങ്കിൽ മാത്രമല്ല, അല്ലെങ്കിലും അങ്ങനെ തന്നെ അദ്ദേഹം കുറച്ച് മുന്നിലേക്ക് പോകുന്നു, ആളുകൾക്ക് ഇത് സന്തോഷാണ്, എന്നാ ഓക്കെ. ഇനി വയുക്റഹു, കറാഹത്താക്കപ്പെടും, തഖത്തിൽ മുജ്തമിഈന, ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളുടെ ഇടയിലൂടെ ചുമല് ചാടിക്കടന്നു പോകല്. എന്തിനു വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്വലാ, നിസ്കാരല്ല. ഉദാഹരണം ഒരു ദിക്ർ ഹൽക്കയാണ്, അല്ലെങ്കിൽ ഒരു മൗലിദ് മജ്ലിസാണ്, അല്ലെങ്കിൽ ഒരു മദ്ഹ മജ്ലിസാണ്. ഇങ്ങനെ സ്വലാത്ത് ഹൽക്ക, ദിക്ർ മജ്ലിസ്, ഇൽമിന്റെ മജ്ലിസ് പോലെയുള്ള ആളുകൾ ഇങ്ങനെ സ്വഫായിട്ട് അണിയായിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു ഖൈറായ കാര്യത്തിന് വേണ്ടി ഇരിക്കുകയാണ്. അവിടെയും തന്നെ ചാടിക്കടന്ന് പോകാൻ പാടില്ല. മുന്നിലെത്തണം ആഗ്രഹമുള്ളവർ നേരത്തെ വരിക. മനസ്സിലായോ? മുന്നിലെത്തണം ആഗ്രഹമുള്ളവർ നേരത്തെ വരിക. താമസിച്ച് വന്നാൽ എത്തിയോടത്തിരിക്കുക. അതാണ് അദബ്. കൂടിയിരിക്കുന്ന മജ്ലിസിനെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന നിലക്ക് ചാടിക്കടന്നു പോകൽ കറാഹത്ത് വരും. ഇനി വേറെ വിഷയം, വയഹ്റുമു, ഹറാമാകും, അയ്യുഖീമ അഹദൻ, ഒരാളെ എഴുന്നേൽപ്പിക്കുക, ഒരാൾ ഇരുന്നോടത്തുനിന്ന് എഴുന്നേൽപ്പിക്കുക. എങ്ങനെ എഴുന്നേൽപ്പിക്കുക? അവന്റെ സ്വന്തം തൃപ്തി കൊണ്ടല്ല, ഇപ്പം പറഞ്ഞ് എഴുന്നേൽപ്പിക്കുകയാണ്. എങ്ങനെ? അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ കുഴപ്പമില്ല, അത് ഓന്റെ ഹക്കാണല്ലോ, ഓൻ വേണ്ടാന്ന് വെച്ചാൽ ആവാം. അങ്ങനെ മറ്റൊരാളുടെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുക. എന്തിനാണ് എഴുന്നേൽപ്പിക്കുന്നത്? ലി യജ്ലിസ മകാനഹു, അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടേ. ഒരാള് നേരത്തെ വന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് ഒരു ഹൈറായ കാര്യത്തിന്, അത് ജുമാക്കാവാം, ജമാഅത്തിനാവാം, മറ്റ് ഹൈറായ കാര്യങ്ങൾക്കാകാം. ആ ഇരുന്നോടത്തുനിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് മറ്റേ ആൾ അവിടെ പോയിട്ടിരിക്കുക, അത് പാടില്ല. അതേ സമയത്ത് ഒരാള് സ്വമേധയാ എഴുന്നേറ്റ് കൊടുത്തു, കുഴപ്പമില്ല. അല്ല, നേരത്തെ ഇയാൾ ഇരുത്തിയതായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഉദാഹരണം, ഒരാള് അത്യാവശ്യമായിട്ട് ഒരു കാരണത്താൽ കുറച്ച് താമസിക്കും. അപ്പൊ ഇയാളൊരു മകനുണ്ട്, ആ മകനെ പറഞ്ഞയച്ചു. അല്ലെങ്കിൽ ഇയാളൊരു അനുജനുണ്ട്, ആ അനുജനെ പറഞ്ഞയച്ചു. എടാ ഈ ആ പോയിട്ട് മുന്നിൽ സ്ഥലം പിടിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയിട്ട് മുന്നിൽ ഇരുന്നു. ഈ മകൻ അല്ലെങ്കിൽ ഈ അനുജൻ ഒരു ഉദാഹരണം ഇരുന്നു. അങ്ങനെ അയാള് ഈ ആവശ്യം കഴിഞ്ഞാണ്ട് പേര് വന്നു സഫൊക്കെ നിറഞ്ഞാണ്. അപ്പോ ഈ ഇരുന്ന മകൻ അല്ലെങ്കിൽ ഈ അനുജൻ അല്ലെങ്കിൽ ആരാണോ പിന്നെ അയച്ച് ഒരു ഉസ്താദാണെങ്കിൽ അയാളെ ശിഷ്യൻ, ഇങ്ങനത്തെ ആള് അവിടെ എഴുന്നേൽപ്പിച്ച് കണ്ട് ഇയാൾക്ക് അവിടെ ഇരിക്കുക. കാരണം ഇയാൾ ആവശ്യത്തിന് വേണ്ടി ഇരുന്നാണ് അവര് അവിടെ. എന്നാൽ വയുക്റഹു, മറ്റൊരു കാര്യം, വയുക്റഹു കറാഹത്താക്കപ്പെടും,
ഈസാറു വൈരിഹി മറ്റൊരാൾക്ക് മുൻഗണന കൊടുക്കുക, ബി മഹല്ലിഹി താൻ ഇരിക്കുന്ന മഹല്ല് കൊണ്ട്. ജമാഅത്തിന്റെ ജുമാന്റെ മറ്റ് ഹൈറായ മജ്ലിസുകളുടെ മുന്നിൽ ഒരാൾ ഇരിക്കുന്നു, അല്ലെങ്കിൽ ജമാഅത്തിലാണെങ്കിൽ വലതുവശത്ത് സൊഫിന്റെ വലതുവശത്ത് ഇരിക്കുന്നു, അപ്പോഴാണ് ഉസ്താദ് വരുന്നത് കണ്ടത്, അതല്ലെങ്കിൽ ബാപ്പ വരുന്നത് കണ്ടത്, അതല്ലെങ്കിൽ ഇക്കാക്ക വരുന്നത് കണ്ടത്. അപ്പൊ എന്താക്കി, അവിടെ നിന്ന് ഇങ്ങോട്ട് ബേക്കിലെ 2ാം സഫക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നിട്ട് ബാപ്പാനെ 1ാം സഫിൽ ഇരുത്തുക, അല്ലെങ്കിൽ ഏട്ടനെ 1ാം സഫിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഉസ്താദിനെ 1ാം സഫിൽ ഇരുത്തുക. അത് കറാഹത്ത. കാരണം ദുന്യവിയായ കാര്യമൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ലതാ. ഈസാറ് എന്ന് അൻസ്വാരികളെ പറ്റി മദ്ഹ് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് വളരെ ഞെരുക്കമൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വന്തം ആവശ്യം അവഗണിച്ച് മുഹാജിറുകളായ മറ്റു മോമിനുകളുടെ ആവശ്യത്തെ അവർ മുൻഗണന കൊടുക്കുന്നവരാണ് എന്ന് പ്രത്യേകം മദ്ഹ് ചെയ്തുകൊണ്ട് അൻസ്വാരികളെ പറ്റി അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ദീനിയായ കാര്യങ്ങളല്ല, ദുന്യവിയായ കാര്യ. നേരെ സ്വത്ത്, വീട്, കുടുംബത്തിൽ മറ്റേ ഭാര്യ തുടങ്ങിയ ഭൗതികമായ വസ്തുക്കൾ സ്വയം ആവശ്യമുണ്ടെങ്കിൽ പോലും തന്റെ ആവശ്യം വേണ്ടെന്ന് വെച്ച് തന്റെ മോമിനായ സഹോദരന് മുൻഗണന കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. ദീൻ അങ്ങനെയല്ല. 1ാം സഫിൽ ഇരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഫളീലത്താണ്. അത് തന്നെ വലതുഭാഗത്താകുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ഫളീലത്താണ്. അതിനെ ഇമാമിന്റെ അടുത്താകുക എന്ന് പറയുന്നത് അതിനും വലിയ ഫളീലത്താണ്. ഇനി അതുപോലെ തന്നെ ഇൽമിന്റെ മജ്ലിസില്, അതുപോലെ തന്നെ ദിക്റിന്റെ മജ്ലിസില്, ഇങ്ങനെയുള്ള ഹൈറായ മജ്ലിസുകളിലൊക്കെ മുമ്പിലാവുക എന്ന് പറയുന്ന ഒരു ഫളീലത്താണ്. അത് താൻ നഷ്ടപ്പെടുത്തിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത് കറാഹത്താണ്. കാരണം അത് ആഖിറത്തിന്റെ കാര്യം. എല്ലാവരും അവനവൻ ഹഫീദായിരിക്കും വലിയ തനാഫസിൽ മുത്തനാഫിസു എന്ന് ഖുർആൻ പറഞ്ഞു. ആഖിറത്തിൽ ഹൈറും ദർജയും കിട്ടുന്ന കാര്യത്തിൽ മത്സരിക്കാൻ പറ്റുന്നവരൊക്കെ പരസ്പരം മത്സരിച്ചൊളിയാണ്. ബാപ്പാനെക്കാട്ടിലും മുന്നിലെത്താൻ മകൻ നോക്കുക, മകനെക്കാളും മുന്നിലെത്താൻ ബാപ്പ നോക്കുക, ഉസ്താദിനെക്കാളും മുന്നിലെത്താൻ ശിഷ്യൻ നോക്കുക, ശിഷ്യനെക്കാളും മുന്നിലെത്താൻ ഉസ്താദ് നോക്കുക, അഞ്ചനെക്കാളും മുന്നിലെത്താൻ ഏട്ടൻ നോക്കുക, ഏട്ടനെക്കാളും മുന്നിലെത്താൻ അഞ്ചൻ നോക്കുക. അങ്ങനെ ഹൈറായ കാര്യത്തിൽ മുതനാഫിസൂൻ. അപ്പൊ അവിടെ അത് ബാപ്പല്ലേ, സ്വർഗത്തിൽ ബാപ്പ പോയിക്കോട്ടെ, ഞാൻ ഇപ്പുറത്ത് ബർഗരയിലായാലും മതി, അത് വേണ്ട, അങ്ങനൊക്കെ ഉണ്ട്. അത് ബാപ്പാക്ക് വേണമെങ്കിൽ ബാപ്പ ഫിർദൗസ് കിട്ടണമെങ്കിൽ ബാപ്പ മുന്നിൽ വന്നോട്ടെ, അല്ലെങ്കിൽ ബർഗരയിൽ ഈ കാലം കിട്ടുക. എന്നാൽ തീരെ പാടില്ല എന്നല്ല, ഇല്ല ഇനിന്ത കല, ഈ മാറിക്കൊടുക്കുന്ന ആള് മാറിയാലോചിച്ച് ലിമിസിലിഹി താൻ ഇരുന്നതിന് തുല്യമായ ഫളീലത്തുള്ള ഒരു സ്ഥലത്തേക്ക് എന്നാ കുഴപ്പമില്ല. എന്നാ പിന്നെ മറ്റേ ആൾക്ക് സ്ഥാനം കിട്ടി, ഇയാൾക്കോട്ട് കുറയണമില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലെങ്കിൽ ആ അഖറബ മിൻഹു ഇലല്ലിമ, ആ സ്ഥലത്തേക്കാളും വിവാഹിലേക്ക് കുറച്ചുകൂടി അടുത്തുള്ള സ്ഥലം കിട്ടി, എന്നാ മാറിക്കൊടുക്ക, അതിന് കുഴപ്പമില്ല. അതായത് ഫളീലത്ത് തനിക്ക് കുറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് കിട്ടട്ടെ എന്ന നിലക്ക് അത് സ്വന്തം പിതാവോ ഗുരുനാഥനോ ആണെങ്കിൽ പോലും അവർക്ക് വേണ്ടിയിട്ട് ഉഖ്റവിയായ ഫളീലത്തിൽ ഈസാർ ചെയ്യാൻ പാടില്ല, കറാഹത്താണ്. എന്നാ പിന്നെ ഹറാമാന്ന് അറിഞ്ഞൂടേനോ? ഹറാമാന്ന് പറയാത്ത എന്താന്ന് വെച്ചാൽ രണ്ടും ഫളീലത്ത് തന്നെയാണ്. പക്ഷെ അതിന്റെ സിയാദത്ത് കൊണ്ടിട്ട് ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പൊ അവിടെ സ്വയം നഷ്ടപ്പെടുത്തിയതാണെന്നത് കൊണ്ട് ഹറാമാന്ന് പറയാൻ പറ്റൂല, എന്നാലും നല്ലതല്ല. ഇത് ജമാഅത്തിന്റെ അവിടെ മാത്രമല്ല, സ്ഥലം കൊണ്ട് മാത്രല്ല, ഏതൊരു ഇബാദത്തും അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു പുണ്യകർമ്മം തനിക്ക് ചെയ്യാൻ സൗകര്യപ്പെടുമ്പോൾ താൻ അത് ചെയ്യാതെ മറ്റൊരാൾക്ക് ആ ചാൻസ് കൊടുക്കുന്നത് ഏതായാലും കറാത്ത. കാരണം എന്താ, ആഖിറത്തിൽ ദർജയും പ്രതിഫലവും കിട്ടുന്ന ഏതൊരു കർമ്മവും എത്ര ചെയ്താലും അധികാവൂല. അപ്പൊ അത് ഞാൻ ഒഴിഞ്ഞു കൊടുത്തത് മൂപ്പര് ചെയ്തോട്ടെ, ആ കിട്ടുന്നത് മൂപ്പർക്ക് കിട്ടിക്കോട്ടെ എന്ന് വെക്കുന്നത് കറാഹത്താണ്. കാരണം അള്ളാഹ് പറഞ്ഞ അങ്ങനെയാണല്ലോ, ഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ആ വിഷയത്തിൽ നിങ്ങൾ മത്സരിച്ചോളി, മത്സരിക്കാനുള്ള ഒരു മത്സരിച്ചോളി. അവിടെ ഒഴിഞ്ഞു കൊടുക്കണ, തോറ്റു കൊടുക്കണ പരിപാടിയില്ല. മനസ്സിലായില്ലേ? ആഖിറത്തിൽ ദർജ കിട്ടുന്ന, സവാബ് കിട്ടുന്ന കാര്യത്തിൽ തോറ്റു കൊടുക്കുന്ന പ്രശ്നമില്ല. അവിടെ മത്സരിക്കുക, ജയിക്കണോര് ജയിക്കട്ടെ. ഇനി വേറെ
നാട്ടിൽ ചിലയിടത്തുണ്ട് ഒരു പരിപാടി, നാട്ടിലല്ല ഗൾഫിലും ഉണ്ട്, പ്രത്യേകിച്ച് മക്കത്തുണ്ട്, മദീനത്തുണ്ട്, ഒക്കെ ഉണ്ട്. എന്ത്? ഒരു നാശം പൊടിച്ച മുസല്ല. സുബൈക്കരിച്ച് പോകുമ്പോ തന്നെ ഒരു ഒന്നാം സഫില് അല്ലെങ്കിൽ ഇമാമിന്റെ അടുത്ത് ആയിട്ട് മുസല്ല വിരിച്ചു പോവുക. പിന്നെ ഓം വരിയപ്പോഴാണ്? ഓം വരിക ഒന്നാം ബാങ്കൊക്കെ കഴിഞ്ഞ് സുന്നത്തുകാരും കഴിഞ്ഞ് രണ്ടാം ബാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പോ, അല്ലെങ്കിൽ രണ്ടാം ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ ഏക്കറ്റ് കയറി വരും. അപ്പൊ നേരത്തെ വന്ന ആളുകളൊക്കെ വിട്ടിങ്ങനെ നിൽക്കുക. ഇവന്റെ വിരിപ്പിന് അവിടെ പോയിട്ട് ഓൻ കുത്തിരിക്കുക. അത് ഹറാമാണ് ആ മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഒക്കെ ആണെങ്കിൽ. അല്ലാത്തടത്താണെങ്കിൽ കടുത്ത കറാഹത്താണ്. അതേ സമയത്ത് മറ്റുള്ളവർക്ക് തടയുന്ന നിലക്കാണെങ്കിൽ അത് ഹറാമ് തന്നെയാവുകയും ചെയ്യും. പക്ഷെ അങ്ങനെ വിരിച്ചാൽ വലഹു, ആ വന്ന ആൾക്ക് ജായിസാണ് തൻഹിയത്തു സജ്ജാദത്തി ഗൈരിഹി, മറ്റുള്ളവൻ വിരിച്ച സജ്ജാദ, അതിനാണ് നമ്മൾ ഈ മുസല്ല എന്ന് പറയുന്നത്. ആ സജ്ജാദയെ എടുത്തിടാൻ പാടില്ല. എന്തുകൊണ്ട്? ബിനഹരി വിജിലിഹി, കാല് പോലത്തത് കൊണ്ട്. എന്താണ്? കാല് തന്നെ ആയിക്കൊള്ളുന്ന ഞാൻ കയ്യോട് നീക്കിടാം, ഇനി അല്ലെങ്കിൽ വടി കൊണ്ട് നീക്കിടാം, ഓക്കെ. എടുത്തിടാൻ പാടില്ല, അതാ പറഞ്ഞത്. നീക്ക എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് വരില്ല, അതിങ്ങനെയാണ് ചുരുട്ടിയിട്ടാണ് നീക്കി പുറത്തേക്കാണ് തട്ടി, ആണ് നീക്കിയിട്ടു. എടുത്തിടാൻ പാടില്ല. അപ്പൊ ഇനി ഓൻ വരുമ്പോ കണ്ണും മൂക്കും കാട്ടും പോയി പണി നോക്കാൻ പറയാം. കാരണം എന്താ? അള്ളാന്റെ പള്ളിയിൽ എല്ലാവർക്കും ഒരു കണക്കാ. മുസല്ല ഇരിച്ചുകൊണ്ട് എന്താ കൊണ്ട് കാര്യം? എന്നിട്ട് വസ്വലാത്തു ഫീ മഹല്ലിഹ, ആ സജ്ജാദ വിരിച്ച സ്ഥലത്ത് നിസ്കരിക്കാം. കാല് പോലത്തത് കൊണ്ട് നീക്കിയിട്ടിട്ട് അവിടെ നിസ്കരിക്കാം. അതേ സമയത്ത് അതി കയറി നിസ്കരിക്കാൻ പാടില്ല. അതെന്താ വെച്ചാല് ആരാന്റെ സാധനം ഓന് ഇഷ്ടം ഉണ്ടാവുമെന്നറിയോ? ഓന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിൽ കയറി നിസ്കരിക്കുക, അല്ലെങ്കിൽ ഹറാമ് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നീക്കിടാ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കുറഞ്ഞണത് ഇപ്പം. എന്നാലും ചില പഴയ നാടുകളിൽ ചില തറവാട്ടുകാരന്മാര് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പള്ളിയിലെ പഴയ പാരമ്പര്യമായിട്ട് വരുന്ന ചില മൊല്ലാമാര് ഇപ്പോഴും ഈ മുസല്ല വിരിക്കൽ പരിപാടി ഉണ്ട്. അത് പാടുള്ളതല്ല, തന്നെയല്ല അവിടെ മറ്റുള്ളവർക്ക് കയറി ഇരിക്കാവുന്നതാണ്. കാരണം നേരത്തെ വരുന്നവന്റെ ഹക്കാണ് മുന്നേ. അത് നേരത്തെ മുന്നിൽ ഇരിക്കണമെങ്കിൽ നേരത്തെ വന്നോട്ടെ. ഇതങ്ങനെയല്ല. വല്ലോനോടും എന്താക്കുക? മുസല്ല വിരിപ്പിക്കുക, എന്നിട്ട് മൂപ്പരിങ്ങനെ വയന്ന് പിടിച്ച് ഒടൂന് വരിക. നേരത്തെ വന്നവരൊക്കെ പോത്തന്മാരായിട്ട് ഒരു വിട്ടിക്കുക. മൂപ്പര് ഒടൂന് വന്നിട്ടോ എന്താ ഇപ്പൊ മൂപ്പര് അറിഞ്ഞ. അപ്പൊ ഇത് അള്ളാന്റെ പള്ളിയോ അത് ഇയാളെ പള്ളിയോ? അള്ളാന്റെ പള്ളിയാണെങ്കിൽ അള്ളാന്റെ അടിയാറുകളൊക്കെ തുല്യാണ്. ആദ്യം വന്നവർക്ക് മുൻഗണന ആണ് നിയമം. എന്നാൽ നീക്കിടാനേ പാടുള്ളൂ. പക്ഷേവലായി എടുത്തു പൊക്കാൻ പാടില്ല. വലൂബി വൈരിയതി, കൈ കൊണ്ടല്ലാതെയും കാലുകൊണ്ടോ അല്ലെങ്കിൽ വടി പോലത്തത് കൊണ്ടോ പൊക്കാൻ പാടില്ല. എന്തുകൊണ്ട് പൊക്കിയാൽ ഇതുഹൂലി ഹാഫി ഒമാനി, അതിന്റെ ബാധ്യത അവന് വരും. അപ്പൊ അത് നഷ്ടപ്പെടുകയോ കേടുകയൊക്കെ ചെയ്താൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യത വരും. അത് വരാതിരിക്കാൻ വേണ്ടി നീക്കിടുക, ആ സ്ഥലത്ത് സ്കരിക്കുക. അതിമ കയറി സ്കരിക്കണമെങ്കിൽ ഓന് തൃപ്തി ഉണ്ട് എന്ന് കണ്ടാൽ കയറി സ്കരിക്കുക, ഇല്ലെങ്കിൽ അതിൽ കയറി സ്കരിക്കൽ ഹറാമാവും. എന്നാൽ മറ്റൊരാളെ ഇരുത്തുന്നതിനോ അതിന് കുഴപ്പമില്ല. അത് നല്ലതാണെന്നല്ല, പക്ഷെ അത് ഓക്കെയാണ്. പലപ്പോഴും ധാരാളം കണ്ടിട്ടുണ്ട്. റൗദയിലുണ്ട് ആ സംവിധാനം. മദീന ഷരീഫിലെ മാബൈന ബൈത്തി വംബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ ആ റൗദയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുറച്ച് മുതലാളിമാരുണ്ട്, ഒരു ലാശ വരിക, അതിന് അവരെ കുറച്ച് ശിങ്കിടികൾ ഉണ്ടാവും. അവര് നേരത്തെ വന്ന് സൊഫിലിരിക്കും. എന്നിട്ട് ഈ മുതലാളി വരുമ്പം അവിടെ നിന്നാണ്ട് എഴുന്നേറ്റും മാറിക്കൊടുക്കും, മുതലാളി അവിടെ ഇരിക്കും. അങ്ങനെ കുറെ സ്ഥിരം മുതലാളിമാരുണ്ട്. ആ എന്തിനാ? ഈ പാവപ്പെട്ട ആളുകൾക്ക് കാര്യമായിട്ട് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കേണ്ടവര്. അപ്പൊ ഒരു ജാതി കൂലിപ്പണിയാണ്. അത് കൈക്കൂലി എന്ന നിലക്കാണെങ്കിൽ പാടില്ലെങ്കിലും അവർ സദക്ക എന്നുള്ള നിലക്കാണെങ്കിൽ തെറ്റ് എന്നൊന്നും പറഞ്ഞുകൂടാ. ഏതായാലും ഒരാൾ സ്വമേധയെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന ആൾക്ക് ഇരിക്കുന്നതിന് കുഴപ്പമില്ല. അയാൾ തൃപ്തിപ്പെട്ട് മാറിക്കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മാറിക്കൊടുത്ത ആൾക്ക് കറാത്തുണ്ട്, അത് വേറെ വിഷയം. അത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു കുർബത്ത് കൊണ്ട് മറ്റൊരാളെ മുൻഗണന കൊടുക്കുക എന്ന് പറയുന്നത് കറാഹത്താണ്. അതല്ലാതെ നേരത്തെ പറഞ്ഞ മുസല്ല വിരിക്കണ ഹറാമ് വരൂല.
മുസല്ലി അല്ലല്ലോ, ഇതൊരാളാണല്ലോ, അയാൾക്കുണ്ടല്ലോ ഒരു ഹക്ക്. അയാളുടെ ഹക്ക് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. വഹറുമ ഹറാമാകും അലാമൻ തൽസമുഹുൽ ജുമുഅത്തു, ജുമുഅ ഫർളുള്ള ആൾക്ക്, ജുമുഅ ഫർളാക്കപ്പെടുന്ന ആൾക്ക്. അപ്പൊ മുസാഫിറിനെ പോലെ, അല്ലെങ്കിൽ സ്ത്രീകളെ പോലെ, അതല്ലെങ്കിൽ പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത നിലക്കുള്ള രോഗികളെ പോലെ, അടിമകളെ പോലെ, ഇങ്ങനത്തെ ഒരു കൊയ്ച്ച് വുജൂബുള്ളവർക്ക് ഹറാമാണ്. എന്ത്? നഹ്വു മുബായഅത്തിൻ, കച്ചവടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യൽ. പോലെ എന്ന് പറഞ്ഞത് കസ്റ്റുകാലും തൊഴിലെടുക്കുക ഒക്കെ പെട്ട്. അപ്പൊ വ്യാപാരം ചെയ്യുക, ജോലി ചെയ്യുക പോലത്തതൊക്കെ ഹറാമാവും. എപ്പോഴ്? ബഅദ ശുറൂഇൻ, തുടങ്ങിയതിന് ശേഷം. എന്തിനു തുടങ്ങി? ഫി അദാനിൻ, ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. ഫി അദാനി ഖുത്ബത്തിൻ, രണ്ടാം ബാങ്ക്. അതായത് ഖത്തീബ് മിമ്പറിൽ കയറിയതിന് ശേഷമുള്ള ബാങ്ക് ഉണ്ടല്ലോ, ആ ബാങ്ക്. കാരണം അല്ലാഹു തആല ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന് പറയുന്ന ആ നൂദിയ ഈ ഖുതുബന്റെ സമയത്ത് മിമ്പറിൽ ഖത്തീബ് കയറിയതിന് ശേഷമുള്ള ബാങ്കിനെ പറ്റിയാണ് ഇദാ നൂദിയ എന്ന് പറയുന്നത്. കാരണം ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ആ ബാങ്കല്ലേ ഉള്ളൂ. പിന്നെ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണല്ലോ ഒന്നാം ബാങ്ക് നിലവിൽ വരുന്നത്. അപ്പൊ ഇദാ നൂദിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പിന്നീട് സ്ഥാപിതമായ ബാങ്കല്ല, നേരത്തെ നിലവിലുണ്ടായിരുന്ന ബാങ്കാണ്. അത് ഖത്തീബ് മിമ്പറിൽ കയറിയതിന് ശേഷമുള്ള ബാങ്കാണ്. അപ്പൊ ആ ബാങ്ക് കൊടുത്തതിന് ശേഷം ഫസ്ഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അള്ളാഹുവിന്റെ ദിക്ർ കൊള്ള പുറപ്പെടുവീൻ, വ്യാപാരാദി കാര്യങ്ങൾ നിങ്ങൾ വെടിയുന്ന. വ്യാപാരം മാത്രം എന്നല്ല, അതാണ് പെടാൻ വേണ്ടിയിട്ടാണ് നഹ്വും ബൈഅത്ത് എന്ന് പറഞ്ഞത്. ആ സമയത്ത് കച്ചവടം ഇടപാട് ഹറാമാണ്. പക്ഷെ ഒരാളെ ഇടപാട് ചെയ്താലോ സഹല്ലാക്കതു, സംഗതി ഹറാമായതോടു കൂടി തന്നെ ആ വ്യാപാരം സഹിയാവും. അങ്ങനെ ഹറാമായിട്ട് സഹിയാകുന്നത് കാരണം ഹറാമ് ലിദാത്തിയല്ല, ഹറാമ് ലിഗൈരിയാണ്. കച്ചവടം എന്ന നിലക്കല്ല, അല്ലെങ്കിൽ തൊഴിൽ എന്ന നിലക്കല്ല ഹറാമ് വരുന്നത്. മറിച്ച് തൻ്റെ ഇപ്പോൾ ഫർളായ ജുമുഅ നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നു എന്നതുകൊണ്ടാണ് ഹറാമാകുന്നത്. അപ്പൊ ലിദാത്തിഹി ഹറാമല്ല, ലിഗൈരിഹി ഹറാമാണ്. ഏതുപോലെ എന്ന് വെച്ചാല് ആരാന്റെ സമ്മതമില്ലാതെ അവന്റെ വസ്ത്രം ഉടുത്തുകൊണ്ട് ഒരാൾ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ അന്യ ഒരാളുടെ വെള്ളം അയാളുടെ സമ്മതമില്ലാതെ എടുത്ത് വുളൂ ചെയ്യുന്നു, അല്ലെങ്കിൽ അന്യ ഒരാളുടെ സ്ഥലത്ത് അയാൾക്ക് സമ്മതമില്ലാതെ കയറി നിസ്കരിക്കുന്നു, അതൊക്കെ ഹറാമാ. എന്നാ അതോടുകൂടി നിസ്കാരം സയ്യാവുകയും ചെയ്യുമല്ലോ. എന്നതുപോലെ ലിഗൈരിഹി ആണ് ഹറാമ്, അതുകൊണ്ട് ഇടപാട് സയ്യാവും, ചെയ്തത് ഹറാമാണ്. ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയാ പിന്നെ ഹറാമാന്ന് പറഞ്ഞു. എന്നാൽ വയുക്റഹു, ഈ പറഞ്ഞ തൊഴിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കറാഹത്താക്കപ്പെടും. ഖബലല്ലദാനി, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്, ബഅദൽ സവാലി, ളുഹർ വഖത്ത് കടന്നാൽ. ബാങ്ക് കൊടുത്തിട്ടില്ല, ബാങ്ക് ഖത്തീബ് ചിലപ്പോ 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ താമസിച്ചിട്ടാണ് ഇക്കാര്യം വരിക. ആ വന്നിട്ടാണ് ഖത്തീബ് മെമ്പറെ കയറിയിട്ടാണല്ലോ ബാങ്ക് കൊടുക്കുക. എന്നാൽ ളുഹറിന്റെ വഖത്ത് കടന്നും ചെയ്തിന്. ളുഹർ വഖത്ത് കടന്നാൽ ളുഹറിന്റെ ജുമാന്റെ വഖത്തായി എന്നതുകൊണ്ട് ഇനി തൊഴിലും വ്യാപാരം തുടങ്ങിയതൊക്കെ കറാഹത്താണ്. എന്നാൽ ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയാൽ ഹറാമാവുകയും ചെയ്യും. ഇനി അതിന്റെ പുറമെ ഹറാമാവും അലാമൻ തൽസമുഹുൽ ജുമുഅത്തു, ജുമുഅ ഫർളുള്ള ആളുകൾക്ക് ഹറാമാണ്. സംഗതി ജുമുഅ ഫർളുള്ളത് എന്ന് പറഞ്ഞാൽ മുഖീമീങ്ങൾ ഉൾപ്പെടെ പെട്ടു. അതാ പറഞ്ഞു വൈലം തന്നഖിദ് ബിഹി, ഇവന് ഫർളുണ്ടെങ്കിലും അവനെ കൊണ്ട് ജുമുഅ കെട്ടുവിടൂല എന്ന് പറഞ്ഞാൽ 40 ഉണ്ടെന്ന ആളല്ല. 40 ഉണ്ടെന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ഒരു മുഖീമീങ്ങളാണ്. മുഖീമിന് ജുമുഅ ഫർളുണ്ടല്ലോ, പക്ഷേ മുഖീമിനെ കൊണ്ടിട്ട് ജുമുഅ സയ്യാവൂല. എണ്ണണമെങ്കിൽ വേറെ നാട്ടിൽ മുവാത്തിനീങ്ങൾ 40 എണ്ണം വേണം എന്നാ കണക്ക്. അപ്പൊ ജുമുഅക്ക് എണ്ണപ്പെടട്ടെ പെടാതിരിക്കട്ടെ, ജുമുഅ ഫർളുള്ള ആൾക്ക് ഹറാമാണ്. എന്ത്? സഫറുൻ, യാത്ര പുറപ്പെടൽ ഹറാമാണ്. എങ്ങനത്തെ സഫർ? തഫൂത്തു ബിഹി, ആ സഫർ കൊണ്ട് നഷ്ടപ്പെടും. അൽ ജുമുഅത്തു, ജുമുഅ. യാത്ര മൂലം ജുമുഅ നഷ്ടപ്പെടുമെങ്കിൽ ജുമുഅ ദിവസം എപ്പൊന്ന് അറിയുന്നുണ്ട്, ബഅദ ഫജ്രിഹ എന്ന് പറയും. ജുമുഅ ഫർളുള്ള ആളുകൾക്ക് യാത്ര പോകൽ ഹറാം. എങ്ങനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ് കാണുന്ന ഈ യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഒന്നുണ്ട്,
അന്നഹു ലാ യുദ്രിക്കുഹ, താൻ ഈ ജുമയെ എത്തിക്കൂല ഫീ ത്വരീഖിഹി, പോകുന്ന വഴിയിലോ ഔ മഖ്സിദിഹി, അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തിയിട്ട് അവിടെയോ. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വണ്ടിയിൽ പുറപ്പെട്ടാൽ, സുബൈസ്കരിച്ചതിന് ശേഷം പുറപ്പെട്ടാൽ അവന് പള്ളിയിൽ ഹറമുക്കെത്തും, മദീനത്തെത്തും. ഉദാഹരണം പറയാം, മദീനത്ത് പുറപ്പെടാം, അങ്ങനെ മദീനത്തെത്തും. ജുമാന്റെ മുമ്പ് തന്നെ എത്തും സാധാരണഗതിയിൽ, എന്നാ കുഴപ്പമില്ല. അല്ലെങ്കിൽ അവിടെ എത്തൂല, പക്ഷെ വഴിയിൽ ജുമാ നടക്കുന്ന പല പ്രദേശങ്ങളും ഉണ്ട്, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജുമാക്ക് കൂടാൻ കഴിയും എന്ന് കണ്ടാൽ കുഴപ്പമില്ല. അപ്പൊ പോകുന്ന വഴിയിലോ അതല്ലെങ്കിൽ ജുമാ ആകുമ്പോക്ക് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തി അവിടെയോ ജുമാ കിട്ടും എന്ന് വന്നുണ്ടെങ്കിൽ യാത്ര പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ വന്നില്ലാത്ത ഇടത്തോളം കിട്ടാൻ സാധ്യതയില്ല എന്ന് വന്നാൽ ആ യാത്ര ഹറാമാണ്. ഇനി കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ള ആൾക്ക് പുറപ്പെട്ടു കൂട്ടിക്കോളി, നല്ലൊരു കണ്ടീഷൻ വണ്ടിയാ, പുറപ്പെട്ടു, രാവിലെ സുബഹിസ്കരിച്ച് പുറപ്പെട്ടു, ഒരു 10 മണിയാകുമ്പോത്തിന് മദീനത്തെത്തും എന്നുള്ള നിലക്ക് തന്നെയാണ് പുറപ്പെട്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ വണ്ടിക്ക് എന്തോ ചെറിയ പ്രയാസം നേരിട്ട് ഒരു ടൗണോ ജുമയോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് വണ്ടി കേടുവന്നു. അങ്ങനെ അതൊക്കെ പാടെ കാത്തു നിന്ന് ഏതൊക്കെയോ വണ്ടിക്കാർ വരുന്നത് വരെ കാത്ത് അവസാനം ആളെ കിട്ടിയപ്പം അതൊക്കെ നന്നാക്കി ശരിയാക്കി വണ്ടി അവിടെ നിന്ന് എടുക്കാനായപ്പോ തന്നെ 11:30 ആയിരുന്നു. പിന്നെ വഴിയിലും എത്തിയില്ല, ജുമ ലക്ഷ്യസ്ഥലത്തും എത്തിയില്ല, വഴിയൊന്നും കിട്ടിയില്ല, അങ്ങനെ പോയി. അതുകൊണ്ട് കുഴപ്പമില്ല. അത് അസാധാരണവും അപ്രതീക്ഷിതവുമായി ഉണ്ടായ തടസ്സാണ്. അതേ സമയത്ത് ആദിയായിട്ട് സാധാരണഗതിയിൽ അവിടെ എത്തും എന്ന പ്രതീക്ഷയുണ്ട്, ആ ഒക്കെപ്പെട്ട്. പക്ഷെ അതിലൊക്കെ ഇനി ഇളവ് വരും, പ്രത്യേക സാഹചര്യത്തിൽ ഇളവുണ്ടാവും. വലൂകാന സഫറു, ഈ യാത്ര ഹറാമാണെന്ന് പറഞ്ഞ യാത്ര ആയിരുന്നാലും ത്വാഅത്തൻ, ഇബാദത്തിന്റെ യാത്ര, ജോലിക്കുള്ള ഹലാലിന്റെ യാത്ര മാത്രമല്ല, ഇബാദത്തിന്റെ യാത്രയാണെങ്കിലും ശരി. ഇബാദത്ത് എന്ന് പറഞ്ഞത് മന്ദൂബൻ ഔ വാജിബൻ, ഫർലാക്കപ്പെട്ട യാത്രയോ അതല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ട യാത്രയോ ആണെങ്കിലും അത് തന്നെയാണ് വിധി. അതായത് ഹറാമാവുന്നു. ഫർലായ യാത്രയാണ്, അതായത് ഫർലായ ഒരു ഹജ്ജ് ഫർദുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഉംറ ഫർലായ ഉംറക്ക് പോകുന്ന ആളാണ്, തുടങ്ങിയ ആളുകൾ. ഫർദോ സുന്നത്തോ ആയ ഇബാദത്തിന്റെ യാത്രയാണെങ്കിലും അല്ലാതെ മുബാഹായ നമ്മളെ ജോലി പോലത്തെ കാര്യങ്ങൾക്കുള്ള യാത്രയാണെങ്കിലും ഒക്കെ കണക്കാം. എപ്പോ ബഅദ ഫജ്രിഹ, വെള്ളിയാഴ്ച സുബിയായതിനു ശേഷം പിന്നെ യാത്ര പോകൽ ഹറാമാണ്. എങ്ങനെ? ഒരു പക്ഷേ വഴിയിൽ അതല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് ജുമാ കിട്ടുമെന്ന് വന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കിട്ടൂല എന്നാണോ വന്ന്, എന്നാൽ ഹറാമാണ്. പക്ഷേ അവിടെ പറയട്ടെ, ഇല്ല ഇൻ ഹഷിയ, അവൻ പേടിച്ചാലൊഴികെ, ഒരു ഇന്നവിടെ എഴുതി കൊടുക്കണാലൂരെ, ഇല്ല ഇൻ ഹഷിയ. കണ്ടോ നിങ്ങളതിൽ ഉണ്ടോ? ഇല്ല ഇൻ ഹഷിയ ഇല്ല, ഒരു ഇൻ വിട്ടുപോയിന്, അത് ഹഷിയന്റെയും ഇല്ലന്റെയും ഇടക്ക് വേണം. ഇല്ല ഇൻ ഹഷിയ, ചേർത്താലൊഴിച്ച്, അല്ല ഭയപ്പെട്ടാലൊഴിച്ച്. എന്ത്? മിൻ അദമി സഫരിഹി, ഇപ്പോൾ ഈ യാത്ര പോവാതിരുന്നാൽ ലററൻ, കാര്യമായ എന്തെങ്കിലും പ്രയാസം നേരിടും എന്ന് പറഞ്ഞാൽ, വെള്ളിയാഴ്ച ഇവന് ജുമാ നിർബന്ധമുള്ള ആളാണ്, ഇപ്പോൾ യാത്ര പോയാൽ ലക്ഷ്യത്തിലോട്ട് എത്തൂല, ബൈക്കിന്ന് ജുമാ കിട്ടൂല, എന്നാലും ഇപ്പോൾ പോയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, കാരണം പിന്നെ ടിക്കറ്റ് കിട്ടൂല. ടിക്കറ്റിന് ഭയങ്കര റഷാണ്, ടിക്കറ്റ് പിന്നെ കിട്ടൂല. പിന്നെ കിട്ടണമെങ്കിൽ ഒരു 3 ആഴ്ച കാത്തിക്കണം, അപ്പോക്ക് അടിച്ച വിസന്റെ അവധി കഴിഞ്ഞു പോവും, അപ്പൊ ഈ യാത്ര തന്നെ മുടങ്ങിപ്പോവും എന്ന് കണ്ടാ പോകാം. കേട്ടോ, ആ ബുദ്ധിമുട്ട് ഇതുപോലെ സഹയാത്രികരിൽ നിന്നിട്ട് പിന്നെ ഒറ്റപ്പെട്ടു പോകും. അപ്പൊ ഒറ്റക്കുള്ള യാത്ര പ്രയാസം നേരിടുകയും ചെയ്യും, കാരണം ഒരു പരിചയമില്ല, മുമ്പ് പോയി നോക്കിയിട്ടില്ല. അപ്പൊ ഇപ്പൊ പോവുകയാണെങ്കിൽ, പണ്ട് പോയി പരിചയമുള്ളവരും ഉണ്ട്, പരിചയം കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ ഉസ്താദന്മാരും ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഘം പോവും. ഞാനിപ്പോ പോകാതെ എന്നാല് എനിക്ക് ഇനി അങ്ങനെ ഒരു സംഘത്തെ കിട്ടൂല, ഞാൻ ഒറ്റക്കായി പോവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്ന് പഠിപ്പിച്ചു തരാനോ കൂടെ പോന്ന് യാത്രന്റെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പറ്റുന്ന ആളുകൾ കൂടെ ഉണ്ടാവില്ല, അപ്പൊ ബുദ്ധിമുട്ടാവും. അതല്ലെങ്കിൽ വിസന്റെ അവധി കഴിഞ്ഞു പോവും,
അല്ലെങ്കിൽ പിന്നെ ടിക്കറ്റ് കിട്ടാൻ വലിയ ചെലവ് കൂടും. അങ്ങനെ ഉണ്ടല്ലോ, സീസൺ അടുത്തു വരും തോറും ടിക്കറ്റിന് പൈസ കൂടും. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുന്ന കണ്ടാൽ ഫലായാറുമോ, എങ്കിൽ പിന്നെ യാത്ര വെള്ളിയാഴ്ച സുബൈന്റെ ശേഷമാണെങ്കിലും ഹറാമില്ല. പക്ഷെ എപ്പോ ഇൻകാന വൈറ സഫർ മാസ്യത്തിന്റെ യാത്ര അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ഫർദോ സുന്നത്തോ ആയ ഇബാദത്തിൻ്റെതും ആവാം, ഹലാലായ ജോലി പോലത്തതിൻ്റെതും ആവാം. അതേസമയത്ത് ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാണെങ്കിൽ അതേതായാലും ഹറാം തന്നെ. അവിടെ യാത്ര ബാക്കിയുള്ളവര് പോയി ഒറ്റപ്പെടും, അല്ലെങ്കിൽ ടിക്കറ്റിന് വില കൂടും, വിസന്റെ കാലാവധി ചെയ്യുന്നൊന്നും പറഞ്ഞിട്ട് തരില്ല. യാത്ര ഹറാമല്ലേ. ഹലാലായതോ ഇബാദത്തിൻ്റെതോ ആയ യാത്രയാണെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിനെ പേടിച്ചാൽ വെള്ളിയാഴ്ച പോകുമ്പോൾ ഹറാമ് വരൂല. വല ഉപാധ സവാരി അത് 100 വക്ത് കടന്നിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും എന്ന് കാണുന്ന സാഹചര്യത്തിൽ രാവിലെ യാത്ര പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ പകല് എതിറില്ലാതെ പകൽ യാത്ര പോകൽ ഹറാമാണ് സുബിദേശം. എന്നാൽ വൈക്കുറഹു കറാത്താക്കപ്പെടും അസ്സഫറു യാത്ര പുറപ്പെടൽ ലൈലത്തുൽ ജുമുഅത്തി വെള്ളിയാഴ്ച രാവും. ഈ സാഹചര്യത്തിൽ എങ്ങനെ, ഒരു പക്ഷെ വഴിയിൽ നിന്ന് അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് ജുമാ കിട്ടും എന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതില്ലാതെ എന്ന് പറഞ്ഞാൽ രാത്രി പുറപ്പെട്ടു, നേരം വെളുക്കുമ്പോക്ക് നാട്ടിലെത്തും, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു നേരം വെളുക്കുന്നതിന് മുമ്പ് നമ്മളെ ജോലി സ്ഥലത്ത് എത്തും, ഇപ്പൊ ഇവിടുന്ന് ജുമാ കിട്ടും, എന്നാ കുഴപ്പമില്ല. അങ്ങനെ വഴിയിൽ വെച്ചോ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് അവിടെ നിന്നോ ജുമാ കിട്ടാൻ സാധ്യതയില്ലെന്ന് കാണുന്ന സമയത്ത് രാത്രി തന്നെ യാത്ര പുറപ്പെടൽ കറാത്ത. അന്താരിമാറുവിയ റിവായത്ത് ചെയ്യപ്പെട്ട ഒരു ഹദീസിന്റെ ബിസനദിൻ ലൈഫിൻ, ബലഹീനമായ സനദാണ് ഉള്ള ഒരു ഹദീസ് ലൈഫാണ് എങ്കിലും ഫളായിലുൽ അഅ്മാലിൽ അത് പരിഗണിക്കേണ്ടതാണ്. എന്താണത്? മൻസാഫറ ലൈലത്തഹ വെള്ളിയാഴ്ച രാവ് ഒരാൾ ജുമാ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ യാത്ര പോയാൽ ദഅലൈഹി അവര് കേടായിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. മലക്കാഹു അവന്റെ 2 മലക്കുകള് എന്ന് പറഞ്ഞാൽ ഈ യാത്രയിൽ അവന്റെ ലക്ഷ്യത്തെ നീ പൂർത്തിയാക്കാതിരിക്കണമേ, അവന് ഈ യാത്രയിൽ ബർക്കത്ത് ചെയ്യാതിരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ആ മലക്ക് അവര് കേടായിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. ലാ നജ്ജാഹു അല്ലാഹു മിൻ സഫരിഹി വലാ ആനഹു വലാ ഖളാഇ ഹാജത്തിഹി എന്ന് ദുആ ചെയ്യുന്ന ഈ യാത്രയിൽ അല്ലാഹുവേ നീ അവന് രക്ഷ കൊടുക്കല്ലേ, അതുപോലെ തന്നെ അവന്റെ ഉദ്ദേശം നീ പൂർത്തീകരിക്കാൻ സഹായിക്കല്ലേ എന്ന് അള്ളാഹുവിനോട് ആ മലക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ബർക്കത്തില്ലാത്ത യാത്രയാണ്, ആഫത്ത് വരാൻ സാധ്യതയുള്ള യാത്രയാണ്, അതുകൊണ്ട് കറാഹത്താണ്. അതും എപ്പോഴേ ഉള്ളൂ, ജുമാ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ, ഇടക്കുന്നോ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് അവിടുന്നോ ജുമാ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി കാല ശൈഖുന ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ റഹ്മത്തുള്ളാഹി പറയാണ്, വഹൈസു അറുമാരിഹി സഫറു ഹുന ഇവിടെ, അതായത് യാത്ര ജുമാ നഷ്ടപ്പെടും എന്ന് കാണുന്ന സാഹചര്യത്തിൽ യാത്ര പോകൽ കൊണ്ട് പ്രത്യേകിച്ച് പോകാതിരിക്കൽ കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ലാത്തടത്ത് ഹറാമാവെന്ന് പറഞ്ഞല്ലോ. ഈ ഹറാമാവുന്നിടത്ത് ലം യതറഹസ് അങ്ങനെ ഓൻ ഹറാമായ യാത്രയാണ് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ വഴിയിൽ നിന്നും കിട്ടൂല, ജുമാ ലക്ഷ്യത്തിലോട്ട് എത്തൂല എന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യേകം എതിറില്ലാതെ വെള്ളിയാഴ്ച രാവിലെ യാത്ര പുറപ്പെട്ടു. എന്നാൽ ലം യതറഹസ് അവന് യാത്ര സംബന്ധമായ റുഖ്സ എടുക്കാൻ പാടില്ല. അതായത് ജമ്മാക്കുക, ഖസറാക്കുക, അതുപോലെ തന്നെ തയമ്മം ചെയ്ത് നിസ്കരിക്കുക തുടങ്ങിയ റുഖ്സകളൊന്നും എടുക്കാൻ പറ്റൂല. ഏതുവരെ എടുക്കാൻ പറ്റൂല? മാലന്തഫത്തിൽ ജുമാഅത്തു ജുമാ നഷ്ടപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഭർത്താവും മഹറമും ഇല്ലാതെ സുന്നത്തായ ഉംറക്ക് പുറപ്പെടുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞതാ, കൂട്ടത്തിലൊന്നുകൂടി ഉണർത്തി മാത്രം. കൂട്ടത്തില് മഹറമില്ല, അതുപോലെ തന്നെ ഭർത്താവും ഇല്ല, സുന്നത്തായ ഉംറ കാണാനും പോണ് കുറെ പെണ്ണുങ്ങളൊക്കെ കെട്ടിയിരുത്താണ്. ഇറ്റങ്ങളൊക്കെ മുസാഫിരീങ്ങളല്ലേ എന്നുള്ള നിലക്ക് ഉസ്താദ് ജമ്മും കസറുമാക്കി നിസ്കരിക്കും, ആ കൂട്ടത്തിൽ ഈ പെണ്ണുങ്ങളും ജമ്മും കസറുമാക്കി നിസ്കരിക്കും. അത് പാടില്ല. മഹറം സഫർ മാസ്യത്തിന്റെ സഫറാണ്. മാസ്യത്തിന്റെ സഫറിൽ ഒരു നിലക്കുള്ള ഇളവും എടുക്കാൻ, യാത്ര സംബന്ധമായ ഇളവൊന്നും എടുക്കാൻ പറ്റുകയില്ല. ഏതുവരെ പറ്റൂലെന്ന് മാലന്തഫത്തുൽ ജുമാഅത്ത് ജുമാനല്ലോ, ജുമാ നഷ്ടപ്പെടുത്തുന്ന ഉറപ്പാവുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഇനി ഒരു ജുമാ ഇന്ന് കിട്ടാൻ സാധ്യതയില്ല എന്ന സമയം എത്തുന്നത് വരെ ആണ് ഖസറും ജമ്മു ഉൾപ്പെടെയുള്ള അളവുകളൊന്നും എടുക്കാൻ പാടില്ല. അപ്പൊ വയസ്സബു ഇബ്തിദാഉ സഫരി, ഇങ്ങനെ ഈ വെള്ളിയാഴ്ച രാവിലെ ജുമാ നിർബന്ധമുള്ളവൻ പ്രത്യേക എതിരില്ലാതെ യാത്ര പോയപ്പോ അവന് ഹറാമാണല്ലോ. അവന്റെ യാത്ര തുടങ്ങിയതായിട്ട് കിടക്കുക മിൻ വക്തി ഫൗത്തിയ ജുമാ നഷ്ടപ്പെട്ട്
ഇനി ജുമ കിട്ടാൻ സാധ്യതയില്ല എന്ന് ഉറപ്പായ സമയം എപ്പോഴാണോ അവിടെ മുതൽക്ക് അങ്ങോട്ട് പിന്നെ തൈമം ഉൾപ്പെടെയുള്ള അതല്ലെങ്കിൽ മറ്റേ ജമ്മു കസർ ഉൾപ്പെടെയുള്ള റുഹ്സുകളൊക്കെ എടുക്കാം. അതുവരെ പാടില്ല. ഇനി കൂട്ടത്തിൽ വന്നപ്പം യാത്രന്റെ റുഹ്സ എന്ന് പറഞ്ഞപ്പോ അതൊരു നല്ല ബന്ധമാണ് എന്നുള്ളവർക്ക് ഇനി ജമ്മും കസറും സംബന്ധമായ ചില മസലകളാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ അത് പിന്നീട് ഓതാം. ഇനി കുറച്ച് സമയം അത്യാവശ്യപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പക്ഷേ വല്ല ലൈവുകാരൊക്കെ ഉണ്ടായിട്ട് ടെസ്റ്റ് അടിച്ചിറങ്ങാറാകാൻ നിൽക്കണ്ട. 2:30 ആവുമ്പോൾ നിർത്തും. മനസ്സിലായില്ലേ? പിന്നെ ഇനി മറ്റുള്ളവരെ ഓരോ ടെസ്റ്റ് അടിച്ച് മറ്റൊരു ടെസ്റ്റ് അടിച്ച് ഈ മൊഴിയാരൊന്ന് നിർത്തി കിട്ടിയെങ്കിൽ എന്ന് ഇടങ്ങാറാകാൻ നിൽക്കണ്ട. ഫീ ഖൗലാനി പറയാനും നിൽക്കണ്ട. കുറച്ചാൾ തുടരണമെന്നും അല്ല കുറച്ചാൾ നിർത്തണമെന്നും കുറച്ചാൾ ലൈവ് കൊടുക്കണമെന്നും കുറച്ചാൾ ഇതും ലൈവ് തന്നെയാണ് അതിനൊന്നും നിൽക്കണ്ട. 2:30 എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നിർത്തും. അതുകൊണ്ട് അതുവരെയുള്ള സമയം ഒരു അരമണിക്കൂർ സമയമുണ്ട്. എന്തെങ്കിലും അത്യാവശ്യമുള്ള ഒരു സംശയം ചോദിക്കുക. ആ കെട്ടിട്ടൊക്കെ ഒഴിവാക്കുക.